എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NAS വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ. നമ്മൾ 2025 ഒക്ടോബർ ബാച്ചിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല വിജയമാണ്. ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് പഠിച്ചവരായാലും അങ്ങനെ ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്ത് അവരുടെ വിജയം അറിയിച്ചിട്ടുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഫെയിലായവർ, ഒരു സബ്ജക്റ്റിന് മറ്റ് ഫെയിലായവരുണ്ട്. അവർക്ക് എന്താണ് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ആ മാർക്ക് ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് എന്താണ് SYC, അതുപോലെ SYCP, SYCT, IMPR, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആ മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫോക്കസ് എന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നതും ടീച്ച് ഫ്രം ഹാർട്ട് എന്ന നമ്മുടെ ചാനലും മുന്നോട്ട് പോകുന്നത്. അതുപോലെ 2026 ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ നടക്കുകയാണ്. അഡ്മിഷൻ തുടരുകയാണ്. മിക്കവാറും ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോ ഒക്കെ കൊണ്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്യും. അതിന് മുന്നേ ആയിട്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ NAS 10ാം ക്ലാസ് പ്ലസ് ടുവിൽ കോമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ നമ്മൾ ക്ലാസ്സുകൾ തരുന്നതാണ്. അഡ്മിഷൻ തുടരുകയാണ്. അതുപോലെ 2026 ഏപ്രിൽ ബാച്ചിലേക്ക് ആർക്കെങ്കിലും ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഒരു സബ്ജക്റ്റിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ ട്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. മറക്കാതിരിക്കുക. ഇപ്പോൾ റിസൾട്ട് വന്നവർ, പാസ്സായവരും അതുപോലെ മുന്നേ ഉള്ള ബാച്ചുകാരും നമ്മൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി അതുപോലെ ഹിസ്റ്ററി, ഈ 2 എണ്ണമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ക്ലാസ്സുകളും നമ്മളിലൂടെ തന്നെ മുന്നോട്ട് പോകാം. ഇനി നമുക്ക് പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. എന്താണ് SYC? നിങ്ങളുടെ ഡൗട്ടായിരുന്നു, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വീഡിയോയിലൂടെ ആകുമ്പോൾ എല്ലാവർക്കും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണ് ആ പറഞ്ഞ നിങ്ങൾക്ക് ഡൗട്ട് വന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റിൽ ഇതുപോലെ കണ്ടിട്ടുണ്ടാവാം. അതായത് SYC, അതുപോലെ ചിലരുടെ മാർക്ക് ലിസ്റ്റിൽ എന്താണ് SYCP, SYCT, IMPR ഇങ്ങനെ കണ്ടിട്ടുണ്ടാവാം. എന്താണ് SYC? SYC മീൻസ് സബ്ജക്റ്റ് യെറ്റ് ടു ബി ക്ലിയർഡ് എന്നാണ്. അതായത് നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഫെയിലാണ് എന്നാണ് അർത്ഥം. അവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിയറി സബ്ജക്റ്റുകളുണ്ടല്ലോ, തിയറി സബ്ജക്റ്റുകൾ മാത്രം എഴുതിയവർക്ക്, ഹ്യൂമാനിറ്റീസിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ SYC എന്ന് കാണുന്നത്. അതായത് നമ്മളെ ചിലപ്പോൾ ഹിസ്റ്ററിക്കായിരിക്കാം, പൊളിറ്റിക്സിനായിരിക്കാം, ഏതെങ്കിലും സബ്ജക്റ്റുകളുടെ നേരെ SYC എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്തു എന്നാണ്, ആ സബ്ജക്റ്റ് ഫെയിലായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി SYCP എന്ന് കണ്ടാലോ, നമ്മൾ SYCP എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് യെറ്റ് ടു ബി ക്ലിയർഡ് ഏതിനാണ്? പ്രാക്ടിക്കൽ സബ്ജക്റ്റുള്ളവയുണ്ടല്ലോ, സയൻസ് സബ്ജക്റ്റുകളുണ്ടാവാം, അതുപോലെ നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻസ്, അതിലൊക്കെ എന്താണ് പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തിയറിയുടെ മാർക്ക് വന്നിട്ടുണ്ടാവാം, പക്ഷേ പ്രാക്ടിക്കൽ അതിന് നേരെ ആയിരിക്കാം SYCP എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ മാർക്കാണ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി SYCT എന്ന് പറഞ്ഞാലോ, SYCT സബ്ജക്റ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. ഏതാണ്? തിയറി സബ്ജക്റ്റ്. അതായത് പ്രാക്ടിക്കൽ പാസ്സായിട്ടുണ്ടാവാം, തിയറിയിൽ നിങ്ങൾ ഫെയിലായിട്ടുണ്ടാവാം. അതാണ് SYCT എന്ന് പറഞ്ഞാൽ. ഇനി IMPR എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് NAS 5 സബ്ജക്റ്റാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 7 സബ്ജക്റ്റ് വരെ എടുക്കാം. അപ്പോൾ 7 സബ്ജക്റ്റ് വരെ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ചിലവർ എന്ത് ചെയ്യും, 5 സബ്ജക്റ്റൊക്കെ മാത്രം അതിന് എക്സാം ഫീ അടച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, അത് എഴുതാറുണ്ട്. അതുപോലെ തന്നെ 7 സബ്ജക്റ്റിൽ 5 എണ്ണം പാസ്സായാലും നമ്മൾ എന്താണ്, NAS പാസ്സാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അതിനാണ് നമ്മൾ ഈ IMPR എന്ന് കാണുന്ന, നിങ്ങൾ 7 സബ്ജക്റ്റ് വരെ എടുത്തവർക്ക് എന്ത് ചെയ്യാൻ, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഫെയിലല്ല. മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ്, നമ്മൾ P എന്ന് വന്നാൽ അത് പ്രാക്ടിക്കലിൻ്റേത്, T വരികയാണെങ്കിൽ അത് തിയറിയുടേത്, അതുപോലെ SYC എന്ന് കാണിച്ചാൽ നമ്മൾ ഹിസ്റ്ററിയോ സോഷ്യോളജി ഏത് സബ്ജക്റ്റാണോ അത് ഫെയിലായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.